സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷന്റെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അവസ്ഥ മാറ്റപ്പെട്ടവർ എന്നതിനെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ തകർന്നുപോയ ഒരു മനുഷ്യവർഗത്തെ അവിടുന്ന് കാണുകയാണ്. ആദത്തിൻ്റെയും ഹവ്വായുടെയും പാപം മൂലം തകർന്ന് തരിപ്പണമായി പോയ മനുഷ്യവർഗത്തെ പുതിയതാക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നഷ്ടമാക്കി കളഞ്ഞു. പ്രകാശമായിരുന്ന മനുഷ്യൻ ഇരുണ്ടുപോയി. ചിലപ്പോഴെങ്കിലും മനുഷ്യർ മൃഗങ്ങളെക്കാൾ മോശമായ വിധത്തിൽ പെരുമാറുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുറമേ മാന്യരാണെന്ന് കരുതുന്ന അനേക മനുഷ്യരുടെ ഹൃദയത്തിൽ ശരിക്കും പറഞ്ഞാൽ പാപം കുടികൊള്ളുന്നു. അവർക്ക് കിട്ടിയ ട്രെയിനിങ് മൂലം അല്ലെങ്കിൽ വിദ്യാഭ്യാസം മൂലം മാന്യമായിട്ട് പുറമേ പെരുമാറാൻ സാധിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, മനുഷ്യൻ്റെ ഹൃദയം കാപട്യം നിറഞ്ഞതാണ്, അത് തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. എപ്പോഴും അത് തിന്മയിലേക്കാണ് ചാഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തിന്മയിലേക്ക് ചാഞ്ഞു പോയ തകർക്കപ്പെട്ട മനുഷ്യനെ, തകർന്നു പോയ മനുഷ്യനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. നമ്മെ സ്വർഗത്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല കർത്താവ് വന്നത്. അത് തെറ്റായ ഒരു പഠനവും തെറ്റായ ഒരു ധാരണയുമാണ്. സഭയുടെ പഠനം അതല്ല. സ്വർഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തു നൽകുന്ന അനേക സമ്മാനങ്ങളിൽ നിത്യമായ ഒരു സമ്മാനം എന്നത് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ വലുതാണ് നിത്യജീവൻ. ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് പകർന്നു തന്നുകൊണ്ട് നമ്മെ പരിശുദ്ധരും പ്രകാശമുള്ളവരുമാക്കി മാറ്റുന്ന ഒരു ശുശ്രൂഷ യേശുവിൻ്റെ ആത്മാവ് നമ്മിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസ്ഥകൾ മാറ്റപ്പെട്ട ഏതാനും വ്യക്തികളുടെ ജീവിതത്തിലൂടെ ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ കടന്നു പോകുകയാണ്. ഒന്നാമതായിട്ട് പത്രോസിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. മീൻപിടുത്തക്കാരനായ പത്രോസിൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അവൻ മനുഷ്യനെ പിടിക്കുന്നവനായി മാറുന്നു. ഒരുപാട് അർത്ഥം ഇതിനുണ്ട്. യേശു പത്രോസിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും. കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഇത് സുവിശേഷ പ്രഘോഷകരോട് മാത്രമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്ന്. എന്നാൽ ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. എല്ലാ മനുഷ്യരോടും യേശുവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു അപ്പനായിരിക്കാം, അല്ലെങ്കിൽ കൗൺസിലിംഗ് ശുശ്രൂഷ നടത്താൻ ഗിഫ്റ്റ് ഇല്ലാത്ത ഒരു അമ്മയായിരിക്കാം. പക്ഷെ ആ അപ്പനോടും അമ്മയോടും പറയുന്നത്, നീ ഇന്നലെ വരെ പണത്തിനു വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണ്. പണത്തെ ദൈവമായിട്ട് കണ്ടുകൊണ്ട് പണത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്നു മുതൽ നിന്റെ മക്കളുടെ നിത്യജീവിതത്തെപ്പറ്റി ചിന്തയുള്ള ഒരു വ്യക്തിയാക്കി ഞാൻ നിന്നെ മാറ്റുന്നു. നിന്റെ മക്കൾക്ക് ആത്മീയമായ വളർച്ച കിട്ടുന്നതിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാക്കി ഞാൻ നിന്നെ മാറ്റുന്നു. ഞാൻ നിനക്ക് ദാനമായി തന്ന മക്കളെ സ്വർഗത്തിൽ എത്തിക്കുന്ന വഴിയിലൂടെ അവരെ കൊണ്ടുപോകുന്ന തരത്തിൽ, അവരുടെ ജീവിതത്തിൽ മാതൃകയായും ഉപദേശമായും അഭിഷേകമായും നീ കടന്നു വരുന്ന തരത്തിൽ നിന്നെ ഞാൻ മാറ്റുന്നു. അവസ്ഥ മാറ്റപ്പെട്ട പത്രോസ് കൂടുതൽ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങുന്നു. ഉന്നതകളിലേക്ക് അവൻ്റെ ദൃഷ്ടികൾ ഉയരുന്നു. അവൻ മനുഷ്യരെ പിടിക്കുന്നവരായി മാറുന്നു. മത്സ്യത്തെ പിടിക്കുന്നവൻ മനുഷ്യനെ പിടിക്കുന്നവനായി മാറുന്നു. കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണിത്. ദൗത്യത്തിലുള്ള വ്യത്യാസമാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇന്നലെ വരെ എന്തിനോ വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്ന പത്രോസ് ഇന്ന് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും അവൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുകയാണ്. അവനത് വ്യക്തമായിട്ട് കിട്ടുകയാണ്. ആ പദ്ധതിയിലൂടെ അവന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇന്നലെ വരെ ലോകത്തിൻ്റെ മനുഷ്യനായി മാത്രം ജീവിച്ചു കൊണ്ടിരുന്ന പത്രോസ് ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ്. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഒരു വ്യത്യാസം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മരണവും ഉയർപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു.
ഇരുളും പ്രകാശവും പോലെയുള്ള ഒരു വ്യത്യാസം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം എടുത്തു ചാട്ടക്കാരനായ പത്രോസ്, എന്തിനും അഭിപ്രായം പറയുന്നവനായ പത്രോസ്, മിണ്ടാതിരിക്കുവാൻ അറിഞ്ഞുകൂടാത്തവനായ പത്രോസ്, യേശുവിനെ പോലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കത്തക്ക ജ്ഞാനം, അറിവ് തനിക്കുണ്ട് എന്ന് കരുതി ചിലപ്പോഴെങ്കിലും യേശുവിനെ പോലും തിരുത്തുന്ന പത്രോസ്, ഗത്സമേൻ തോട്ടത്തിൽ കയ്യിലിരുന്ന വാളെടുത്ത് പട്ടാളക്കാരുടെ ചെവിക്കിട്ട് വെട്ടുന്ന പത്രോസ്, എപ്പോഴും ഒരു എടുത്തുചാട്ടം, ഒരു ജഡിക മനുഷ്യനാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലത്തെ ഒരു പച്ച മനുഷ്യരാണ്. നമുക്കൊക്കെ പലപ്പോഴും അല്പനേരമൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. എന്തിലും നമുക്ക് അഭിപ്രായം പറയണം, എവിടെ പ്രശ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് 2 കമൻറ്റ് പറയണം. ഇങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പത്രോസ്. ഒരു പച്ച മനുഷ്യൻ, ജഡികനായ ഒരു മനുഷ്യൻ, ഒരു ഭൗമികനായ മനുഷ്യൻ, ആത്മീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു മനുഷ്യൻ, ദൈവവുമായിട്ട് ബന്ധമില്ലാതിരുന്നൊരു മനുഷ്യൻ, ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം തൃപ്തി കണ്ടെത്തി ഒരു യഹൂദനായിട്ട് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യനെ യേശു ക്രിസ്തു മാറ്റി മറിക്കുകയാണ്. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന പത്രോസ് സംസാരിക്കാതിരിക്കാൻ പഠിക്കുന്നത് നമ്മൾ കാണുന്നു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് പൗലോസ് അപ്പോസ്തലൻ പത്രോസ് ലീഹായെ വഴക്കു പറയുമ്പോൾ, ശാസിക്കുമ്പോൾ, അല്പം കടുത്ത ഭാഷയിൽ തന്നെ തിരുത്തുമ്പോൾ, വേണമെങ്കിൽ ഞാൻ സഭയുടെ നേതാവാണ്, നീ എന്നെ തിരുത്താൻ ആരടാ എന്നുള്ള പരുക്കൻ ഭാഷയിൽ മറുപടി കൊടുക്കാൻ പത്രോസിന് സാധിക്കുമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് അവനിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് മൗനമായിരിക്കാനും പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനും മൗനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും നാവിൻ്റെ നിയന്ത്രണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുവാനുമൊക്കെ പത്രോസിന് സാധിക്കുക. എല്ലാവരുടെയും മുൻപിൽ വെച്ച് താഴ്ത്തപ്പെട്ടിട്ടും ശാസിക്കപ്പെട്ടിട്ടും അവിടെ മൗനമായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിന്ന യേശുവിൻ്റെ സ്വഭാവം അവൻ്റെ ജീവിതത്തിൽ കാണിക്കുവാൻ പത്രോസിന് സാധിക്കുകയാണ്. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും. എന്താണ്? ഇന്നലെ വരെ മനുഷ്യരെ ഓടിച്ചു വിട്ടിരുന്നവനാണ്, അടുത്ത് വരുന്ന മനുഷ്യരെല്ലാം മുറിച്ചിരുന്നവനാണ്, അടുത്ത് വന്നിരുന്ന മനുഷ്യരെല്ലാം തകർത്തിരുന്നവനാണ്. കോപം കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും അമിതമായ റിയാക്ഷൻസ് കൊണ്ടുമൊക്കെ അടുത്ത് വരുന്നവരെ എല്ലാം തകർത്ത് വിട്ടുകൊണ്ടിരുന്നവനാണ്. ഇപ്പോൾ യേശു പറയുകയാണ്, മനുഷ്യരെ ആകർഷിക്കുന്നവനാക്കി മാറ്റും. സ്നേഹം നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ, സൗമ്യത നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ അവരെ ആകർഷിച്ച് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാക്കുന്ന ഒരു അഭിഷേകം കർത്താവ് പത്രോസിന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു മതമൊന്നുമല്ല. നമ്മൾ അങ്ങനെ കാണുമ്പോൾ വലിയൊരു തെറ്റ് നമുക്ക് പറ്റുകയാണ്. അതൊരു ജീവിത ശൈലിയാണ്. ജീവിക്കുന്ന ദൈവവുമായിട്ട് 24 മണിക്കൂറുമുള്ള ഒരു ജീവിത ശൈലിയാണ്. നമ്മൾ ഈ ജീസസ് യൂത്തിലെ പിള്ളേരോട് സംസാരിക്കുമ്പോൾ അവർ പറയും ജീസസ് യൂത്ത് ഒരു ജീവിത ശൈലിയാണെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറയാൻ എനിക്കും അങ്ങനെ പറയാനാണ് ഇഷ്ടം. കാരണം അതൊരു ജീവിത ശൈലിയാണ്, അല്ലാതെ അത് ആചാര അനുഷ്ഠാനങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കേണ്ട ഒന്നല്ല. പകരം ജീവനുള്ള ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 24 മണിക്കൂറും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ദൈവത്തിൻ്റെ ജീവൻ നമ്മിലൂടെ ഒഴുകുന്നതാണ് ക്രിസ്ത്യൻ ജീവിതം. ആ ദൈവത്തിൻ്റെ ജീവൻ നമ്മിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ ജീവിതം പാടെ മാറി. അവൻ മനുഷ്യനെ പിടിക്കുന്നവനായി മാറുക തന്നെ ചെയ്തു. നമ്മൾ പെന്തക്കോസ്ത തിരുനാളിൽ ആത്മാവ് വന്നതിന് ശേഷമുള്ള പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേരെ അവൻ ആകർഷിച്ച് ഈശോയിലേക്ക് കൊണ്ടുവരുന്നത് കാണുകയാണ്. അതാണ് അവനിൽ വന്ന മാറ്റം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഈ മാറ്റം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ധ്യാനവേളയിലെ 5 ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല ഇത്. പകരം എല്ലാ ദിവസവും നമ്മിൽ സംഭവിക്കേണ്ട ഒന്നാണ് ഈ മാറ്റം. എല്ലാ ദിവസവും ഇന്നലത്തെ മാറ്റം കൊണ്ട് നമുക്ക് ഇന്ന് ജീവിക്കാനായിട്ട് പറ്റുകയില്ല. ഇന്ന് വരുന്ന കൃപ കൊണ്ട് മാത്രമേ ഇന്ന് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ടിരിക്കത്തുള്ളൂ. ഇന്ന് രൂപാന്തരപ്പെട്ടതിൻ്റെ പേരിൽ നാളെ നമ്മൾ രൂപാന്തരപ്പെടത്തില്ല. നാളെ നമ്മുടെ പച്ച മനുഷ്യൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നാളെയും നമ്മുടെ പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിന് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുമെന്ന് പറഞ്ഞ യേശു ഒന്നുകൂടി പറയുന്നുണ്ട്, അന്നു വേണ്ടുന്ന ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഈ ദൈവ സ്വഭാവം നമ്മിൽ നിറയണമെങ്കിൽ അനുദിനം ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ദൈവത്തിന് നമ്മൾ സമയം കൊടുക്കണം. ദൈവത്തിൻ്റെ പക്കൽ നമ്മൾ ഇരിക്കാൻ പഠിക്കണം. അടുത്തതായിട്ട് നമ്മൾ രണ്ടുപേരെ കുറിച്ച് ചിന്തിക്കുക, യാക്കോബും യോഹന്നാനും. അവർ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. ശ്രദ്ധിക്കണം, പത്രോസിനെ പിടിക്കുമ്പോൾ പത്രോസ് മീൻ പിടിക്കുകയായിരുന്നു, വല എറിയുകയായിരുന്നു. പക്ഷെ യാക്കോബിനെയും യോഹന്നാനെയും യേശു വിളിക്കുമ്പോൾ അവർ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കീറിപ്പോയ വലകളെ തുന്നി നെയ്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരെ വിളിച്ചിട്ട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരുടെ രണ്ടുപേരുടെ ശുശ്രൂഷ പിന്നീട് നമ്മൾ ചിന്തിച്ചാൽ കാണാൻ സാധിക്കും. കീറിപ്പോയ ജീവിതങ്ങളെ തുന്നിപ്പിടിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ അവർ ഏറ്റെടുക്കുകയാണ്. കീറിപ്പോയ വലയ്ക്ക് പകരം കീറിപ്പോയ ഹൃദയങ്ങളെ തുന്നിച്ചേർക്കുന്ന ഒരു ശുശ്രൂഷ, മുറിവേറ്റ മനുഷ്യൻ്റെ മനസ്സുകളെ സൗഖ്യമാക്കുന്ന ഒരു ശുശ്രൂഷ, ആശ്വാസം കൊടുക്കുന്ന ഒരു ശുശ്രൂഷ, എവിടെയെല്ലാം കീറലുണ്ടോ അതിനെയെല്ലാം തുന്നുന്ന ഒരു ശുശ്രൂഷ. യോഹന്നാൻ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എവിടെയെല്ലാം സ്നേഹമില്ലായ്മ കാണുന്നുണ്ടോ അവിടെയെല്ലാം സ്നേഹവുമായിട്ട് ഓടി വരുന്ന യോഹന്നാനെ നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ലേഖനങ്ങളിലുമൊക്കെ കാണുകയാണ്. യോഹന്നാൻ സ്നേഹം കൊണ്ട് മുറിവുകൾ വെച്ച് കെട്ടുന്ന ഒരു വ്യക്തിയായി തീരുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥയിൽ അല്ലെങ്കിൽ ജീവചരിത്രത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അവിടെ വളരെയധികം കോപിഷ്ഠയായ പ്രായമുള്ള ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. ആ പ്രായത്തിൻ്റെ കുറേ പ്രശ്നങ്ങളും ആ സിസ്റ്ററിലുണ്ട്. അതായത് പ്രായം കൂടുന്നതനുസരിച്ച് മനുഷ്യനുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് സിസ്റ്റർ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പൊട്ടിത്തെറിക്കുകയും എപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കന്യാസ്ത്രീയായിരുന്നു. അപ്പോൾ ഈ സിസ്റ്ററിനെ ശുശ്രൂഷിക്കാൻ വളരെ ചെറുപ്പക്കാരിയായ കൊച്ചുത്രേസ്യ എന്ന കന്യാസ്ത്രീയെ അധികാരികൾ നിയോഗിക്കുകയാണ്. കൊച്ചുത്രേസ്യയുടെ ജീവിതം അതോടെ സഹനം നിറഞ്ഞതായി തീരുകയാണ്. കാരണം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വളരെ പരുഷമായിട്ട് സംസാരിക്കുന്ന പ്രായമുള്ള കന്യാസ്ത്രീയെ ശുശ്രൂഷിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടായി തീർന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ അനുഭവം അവിടെ വെച്ച് ശരിക്കു പറഞ്ഞാൽ കൊച്ചുത്രേസ്യ അനുഭവിക്കുകയാണ്. ഊട്ടുമേശയിലേക്ക് അല്ലെങ്കിൽ ഊണ് കഴിക്കുന്ന മുറിയിലേക്ക് പതുക്കെ പതുക്കെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ഈ പ്രായമുള്ള കന്യാസ്ത്രീ ചോദിക്കുകയാണ്, നീ എന്താ ആമയാണോ? അല്പം വേഗത്തിൽ നടന്നാൽ ചോദിക്കും, നീ എന്താ കുതിരയാണോ? അപ്പോൾ ഒരു വിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, വേദന മാത്രം. പ്രിയപ്പെട്ടവരെ, അനേക വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ ഈ പ്രായമുള്ള കന്യാസ്ത്രീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കൊച്ചുത്രേസ്യ അടുത്തിരിക്കുകയാണ്. അപ്പോൾ കൊച്ചുത്രേസ്യയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ പ്രായമായ കന്യാസ്ത്രീ ചോദിക്കുകയാണ്, നീ യേശുവാണോ മോളെ? നീ യേശുവാണോ? നീയാണോ യേശു? ഞാൻ യേശുവിനെ കാണുകയാണ് നിന്നിൽ. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടും ഒരിക്കൽ പോലും എന്നെ തിരിച്ച് വേദനിപ്പിക്കാത്ത നീ എൻ്റെ ജീവിതത്തിലെ മുറിവുകളെയെല്ലാം ഉണക്കുന്ന ഗിലെയാദിലെ തൈലമായി മാറുകയായിരുന്നു. നീ എനിക്ക് യേശുവാണ്. യു ആർ എ ഫീമെയിൽ ജീസസ്. നീ ഒരു യേശുവാണ്. പ്രിയപ്പെട്ടവരെ, കൊച്ചുത്രേസ്യയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അനുതപിക്കുന്ന ഹൃദയത്തോടുകൂടി മുറിവുകളെല്ലാം ഉണക്കപ്പെട്ടവളായി യേശുവിൻ്റെ കൃപ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സിസ്റ്റർ നല്ല ഒരു മരണത്തിലേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ ചിന്തിക്കണം, തകർന്നു പോയ വലകളെ, കീറിപ്പോയ വലകളെ യാക്കോബും യോഹന്നാനും കെട്ടിവെച്ചതുപോലെ ഇവിടെ ഇതാ തകർന്നു പോയ ഒരു കന്യാസ്ത്രീയുടെ ജീവിതത്തെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വലിയ ഒരു ഒഴുക്ക് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രവാഹം നൽകിക്കൊണ്ട് കൊച്ചുത്രേസ്യ എന്ന മകള് സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. ഈശോ നമ്മളെ വിളിക്കുന്നു ഇതുപോലെ കീറിപ്പോയ വലകൾ നന്നാക്കുന്നവരായി, മനുഷ്യൻ്റെ കീറിപ്പോയ ഹൃദയത്തെ നന്നാക്കുന്നവരായി, മുറിഞ്ഞുപോയ മനസ്സുകളെ സൗഖ്യം കൊടുക്കുന്നവരായി, സ്നേഹം കൊടുക്കുന്നവരാക്കി മാറ്റുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ വേദനിച്ചു വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്കളെ എൻ്റെ വീട്ടിൽ എന്നെ മനസ്സിലാക്കുവാനായിട്ട് ആരുമില്ല. ഞാൻ നല്ല മാർക്ക് വാങ്ങിച്ചു കൊണ്ട് വരുമ്പോൾ പപ്പായ്ക്കും മമ്മിക്കും സന്തോഷമാണ്. ഞാൻ പാട്ട് മത്സരത്തിന് 1ാം സ്ഥാനം വാങ്ങിച്ചു കൊണ്ടുവന്നാൽ പപ്പയ്ക്കും മമ്മിക്ക് സന്തോഷമാണ്. ഞാൻ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയാൽ പപ്പയ്ക്കും മമ്മിക്ക് സന്തോഷമാണ്. ഞാൻ പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങളിലും എനിക്ക് പ്രൈസ് കിട്ടിയാൽ പപ്പയ്ക്കും മമ്മിക്കും സന്തോഷമാണ്.
ഞാൻ എപ്പോഴും ഒരു വിശുദ്ധനെ പോലെ പെരുമാറിക്കൊണ്ടിരുന്നാൽ പപ്പയ്ക്കും മമ്മിക്കും സന്തോഷമാണ്. പക്ഷെ എനിക്കല്പം മാർക്ക് കുറഞ്ഞു പോയാൽ, ഞാൻ പങ്കെടുത്ത മത്സരത്തിന് 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആയിപ്പോയാൽ, ഞാൻ എഴുതിയ എൻട്രൻസ് പരീക്ഷയിൽ ഞാൻ പാസ്സായില്ല എങ്കിൽ, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും എന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അവർ എൻ്റെ മുറിവിലേക്ക് കൂടുതലായിട്ട് തീ കോരിയിടുന്നു, അല്ലെങ്കിൽ മുളക് വാരിയിടുന്നു. എനിക്കാരുമില്ല, മനസ്സിലാക്കാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല. അതാണെങ്കിലേ പലപ്പോഴും ഞാൻ തെറ്റായ ബന്ധങ്ങളിലേക്ക് തിരിഞ്ഞു പോയത്. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം ഇതാണ്. കീറിക്കൊണ്ടിരുന്ന വലകളെ തുന്നി നെയ്തുകൊണ്ടിരുന്ന യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ ശിഷ്യരാകുമ്പോൾ യേശു അതേ ശുശ്രൂഷ തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊടുത്തുകൊണ്ട് നമുക്കൊരു പാഠം തരികയാണ്. നമ്മുടെ കുടുംബത്തിൽ വ്യക്തികൾ മുറിവേറ്റവരായി, തകർക്കപ്പെട്ടവരായിട്ട് കടന്നു വരുമ്പോൾ അവർക്ക് നമ്മൾ കുറച്ചുകൂടി കീറലും മുറിവുകളും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ആരാണുള്ളത്? അവർ ആശ്വാസം തേടി തെറ്റായ വഴികളിലേക്ക് പോകാനിടയുണ്ട്. അത് സംഭവിക്കരുത്. നമ്മുടെ കുടുംബങ്ങളിൽ കീറൽ തുന്നുന്നവരായി മാറുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. 3, ചുങ്കക്കാരൻ മത്തായി. അത്ഭുതമാണ്. പണത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, പണത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, രാത്രി കിടക്കാൻ നേരത്ത് പണം എണ്ണിക്കൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ, ഇടയ്ക്കിടയ്ക്ക് നാണയങ്ങൾ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി അതിൽ സംതൃപ്തി കണ്ടെത്തിയ ഒരു മനുഷ്യൻ, പണത്തിന് വേണ്ടി എന്ത് കള്ളത്തരവും കാണിക്കാൻ മടിയില്ലാതിരുന്നൊരു മനുഷ്യൻ, മനുഷ്യരെ ക്രൂരമായിട്ട് ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ മുമ്പിൽ യേശു ചെന്നിട്ട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. ഇരുന്ന സ്ഥലത്ത് നിന്ന് മത്തായി എഴുന്നേൽക്കുകയാണ്. ഒരു വാക്കുപോലും പറയാതെ കർത്താവിൻ്റെ പിന്നാലെ ഒറ്റ നടപ്പ് നടക്കുകയാണ്. അത്ഭുതമാണ് ഈ മാറ്റം. മാത്രമല്ല, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കാൻ രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചതിന് ശേഷം 100 കണക്കിന് മനുഷ്യരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരാൾ ഈ ചുങ്കക്കാരൻ മത്തായി ആയി മാറുകയാണ്. ചുങ്കക്കാരൻ മത്തായി അപ്പസ്തോലനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. 12 പേരിൽ ഒരാളായി തീരുന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. സുവിശേഷം എഴുതാൻ ദൈവം 4 വ്യക്തികളെ മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്ത് 4 വ്യക്തികളെ വേർതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിലൊന്ന് മത്തായിയാണ്. എത്ര മനോഹരമാണ് മത്തായിയുടെ സുവിശേഷം. യേശുവിനെ പറ്റി വളരെ വളരെ മനോഹരമായിട്ട് മത്തായി എഴുതുകയാണ്. എന്താണ് മത്തായിക്ക് സംഭവിച്ച മാറ്റം? ചുങ്കക്കാരൻ മത്തായി എന്ന് പറയുന്ന വ്യക്തി രൂപാന്തരപ്പെട്ട വ്യക്തിയായിത്തീരുന്നു, മാറ്റപ്പെട്ട വ്യക്തിയായിത്തീരുന്നു, പരിപൂർണമായിട്ട് ട്രാൻസ്ഫോംഡ് ആയിത്തീരുന്നു, ലക്ഷ്യബോധമുള്ളവനായിത്തീരുന്നു, വിശുദ്ധനായിത്തീരുന്നു, ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മനുഷ്യരെല്ലാം അവനെ വെറുത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ടാക്സ് പിരിക്കുന്ന സമയത്ത് റോമാ ഗവൺമെൻറ്റിന് വേണ്ടി വളരെ അനീതിപരമായ വിധത്തിൽ ദൈവജനത്തിൽ നിന്നും ടാക്സ് പിരിച്ചുകൊണ്ടിരുന്നവനാണ് ചുങ്കക്കാരൻ മത്തായി. ആർക്കും വേണ്ടാത്തവനായിരുന്നു, ആർക്കും ഇഷ്ടമില്ലാത്തവനായിരുന്നു. പക്ഷെ ഈശോയ്ക്ക് അവനെ വേണമായിരുന്നു. ഈശോ അവനെ തിരഞ്ഞെടുക്കുകയാണ്, ഈശോയുടെ സ്വന്തമാക്കുകയാണ്, ഈശോ അവനെ അഭിഷേകം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വീട്ടിൽ പോലും ആർക്കും വേണ്ടാത്തവരായിരിക്കും. ഭാര്യ പറഞ്ഞു കാണും നിങ്ങളെ എന്തിനു കൊള്ളാം, ഭർത്താവ് പറഞ്ഞു കാണും നിന്നെ എന്തിനു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്തൊരവസ്ഥയായിരിക്കാം. ജോലി സ്ഥലത്ത് പോലും ഏറ്റവും കഴിവുകെട്ട ഒരു വ്യക്തിയായിരിക്കാം. കുടുംബത്തിൽ ഏറ്റവും കഴിവുകെട്ട വ്യക്തിയായി നമ്മൾ താഴ്ത്തപ്പെട്ടിരിക്കുകയായിരിക്കും. പക്ഷേ കർത്താവ് പറയാണ്, എന്നെ അനുഗമിക്കുക. അപ്പോൾ മത്തായിയെ യേശു വിളിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട്. നമ്മൾ ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറയുന്ന സിനിമയിൽ ഒരു രംഗം കാണുന്നുണ്ട്. ഈ ചുങ്കക്കാരൻ മത്തായിയെ വിളിച്ചു കഴിയുമ്പോൾ പത്രോസ് പോലും കർത്താവിൻ്റെ അടുത്ത് ബഹളം വയ്ക്കുന്നുണ്ട്. കർത്താവെ, ഇവനെയാണോ തിരഞ്ഞെടുക്കുന്നുള്ള മട്ടിൽ. കാരണം അത്രമാത്രം ക്രൂരമായ വിധത്തിൽ ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് ടാക്സി പിരിച്ചുകൊണ്ടിരുന്നവനാണ്. അവനെ യേശു സ്വന്തമാക്കിയെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് പോലും അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ഡോക്ടറിൻ്റെ ആവശ്യം രോഗിക്കാണ് എന്ന് യേശു പറഞ്ഞുകൊണ്ട് ചുങ്കക്കാരൻ മത്തായിയെ തൻ്റെ സ്വന്തമാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ചുങ്കക്കാരൻ മത്തായി യേശുവിന് വേണ്ടി മരിക്കുന്നതായിട്ടാണ് സഭയുടെ പാരമ്പര്യം. അദ്ദേഹത്തെ ഗദ കൊണ്ട് തലക്കടിച്ചു കൊന്നതായിട്ട് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ തല ചിതറിപ്പോയി. അദ്ദേഹം യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുകയാണ്. എവിടെ ഇരുന്ന മനുഷ്യനാണ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചുങ്കക്കാരൻ മത്തായിയെ കാണും. ഒരുപക്ഷെ യേശുവിൻ്റെ വലത്തുവശത്തായിരിക്കാം, അല്ലെങ്കിൽ യേശുവിൻ്റെ മടിയിലായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. ജീവിതം മാറ്റപ്പെട്ട മത്തായി
നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: യേശുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, യേശുവിൻ്റെ വചനം കടന്നു വരുമ്പോൾ, യേശുവിൻ്റെ പുഞ്ചിരി കാണുമ്പോൾ, യേശുവിൻ്റെ അഭിഷേകം നമ്മളെ തൊടുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക. ജീവിതം നഷ്ടമാകത്തില്ല എന്നാണ് ചുങ്കക്കാരൻ മത്തായി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ബർത്തമയൂസിനെ കുറിച്ചാണ്. വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ യേശുവിൻ്റെ പിന്നാലെ പോകുന്നവനായി മാറി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ണ് കാണാതിരുന്നവൻ ദൈവത്തെ കാണുന്നവനായി മാറി, മനുഷ്യനെയും കാണുന്നവനായി മാറി. എന്താണ് പ്രിയപ്പെട്ടവരോട് സംഭവിച്ചത്? പെട്ടെന്ന് ഞാൻ 3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ ഭവനത്തിലിരുന്ന് ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് ദൈവം കൊടുക്കുന്ന അപ്പം ഭക്ഷിക്കേണ്ടവൻ, അപ്പ കഷണങ്ങളല്ല, ഊട്ടുമേശയിലിരുന്ന് അപ്പനോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കേണ്ടവൻ ഭിക്ഷ യാചിച്ച് എന്തെങ്കിലും അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടി മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ തുണ്ടുകൾക്ക് വേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ സ്പർശനം അവനെ മാറ്റി ദൈവഭവനത്തിലെ അംഗമാക്കി മാറ്റുന്നു. ദൈവത്തെ കാണാതിരുന്നവൻ, മനുഷ്യനെ കാണാതിരുന്നവൻ ദൈവത്തെ കണ്ടു, മനുഷ്യരെയും കണ്ടു. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെ മനുഷ്യരായി കാണുന്നിടത്താണ് നമ്മുടെ വിജയം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനാകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം ചെയ്യുന്നതിനകത്തല്ല. ദൈവത്തെ ദൈവമായി കാണാനും മനുഷ്യനെ മനുഷ്യനായി കാണാനും പഠിച്ചാൽ നമ്മൾ വിശുദ്ധരാകുമെന്നാണ് പറയപ്പെടുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തെ ദൈവമായി കാണാനും മനുഷ്യരെ മനുഷ്യരായി കാണാനും നമ്മൾ പഠിച്ചാൽ നമ്മൾ വിശുദ്ധരാകുമെന്നാണ് പറയപ്പെടുന്നത്. അവിടെ യേശുവിൻ്റെ സ്പർശനം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അവന് യേശുവിനെ കാണാൻ പറ്റി, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റി. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ യേശു ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. വഴിയരികിലിരിക്കുന്നവനെ തോളിലെടുത്ത് ഊട്ടുമേശയിൽ കൊണ്ടുവന്ന് ദൈവരാജ്യത്തിൻ്റെ കൊട്ടാരത്തിൽ വിരുന്നിനിരുത്തി വിരുന്ന് തരുന്ന അനുഭവം. അടഞ്ഞുകിടക്കുന്ന കണ്ണുകളെ തുറന്ന് മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തരുന്ന സ്പർശനം. സ്വർഗത്തെക്കുറിച്ച് കാഴ്ചപ്പാട് തരുന്നു, ദൈവത്തെയും മനുഷ്യരെയും കുറിച്ച് കാഴ്ചപ്പാട് തരുന്നു, നമ്മളെ ദൈവത്തിൻ്റെ പൊന്നുമകനും മകളുമാക്കി മാറ്റുന്നു. അവസാനമായിട്ട് മഗ്ദല മറിയത്തെക്കുറിച്ച് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: 7 പിശാചുക്കളെ യേശു അവളിൽ നിന്ന് പുറത്താക്കി. 7 എന്ന് പറയുന്നത് ബൈബിളിൽ പൂർണ്ണതയുടെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ തിന്മകളും അവളിൽ ഉണ്ടായിരുന്നതാണ്, ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അഹങ്കാരം, അസൂയ, അശുദ്ധി, കോപം, വെറുപ്പ് തുടങ്ങി നമ്മൾ പറയുന്ന എല്ലാ തിന്മകളും ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. 7 പൂർണ്ണതയാണ്. തിന്മയുടെ പൂർണ്ണതയുണ്ടായിരുന്ന വ്യക്തി, പാപത്തിൻ്റെ പൂർണ്ണതയുണ്ടായിരുന്നൊരു വ്യക്തി, പാപം നിറഞ്ഞു നിന്നിരുന്നൊരു വ്യക്തി, പാപത്താൽ കീഴ്പ്പെടുത്തപ്പെട്ടിരുന്നൊരു വ്യക്തി, പാപത്തിൻ്റെ അടിമയായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മകൾ. അവളിൽ നിന്നും യേശു 7 പിശാചുക്കളെ പുറത്താക്കി. എന്നിട്ട് അവൾക്ക് എന്തു കൊടുത്തു? സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അവളിൽ നിന്നും അശുദ്ധാത്മാവിനെ പുറത്താക്കി യേശു അവൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ശരിക്കും യേശു ചെയ്യുന്നത്. നമ്മിലുള്ള പാപത്തെ തൻ്റെ വചനത്താൽ പുറത്താക്കി, നമ്മിലുള്ള പാപത്തെ തൻ്റെ വചനമാകുന്ന വാളെടുത്ത് വെട്ടി പുറത്താക്കിയതിന് ശേഷം നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തന്നുകൊണ്ട് നമ്മളെ സ്വർഗത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റുകയാണ്. മഗ്ദല മറിയത്തെക്കുറിച്ച് സഭയുടെ പാരമ്പര്യം പറയുന്നത്, മഗ്ദല മറിയം അനേക നാള് ഒരു ഗുഹയിൽ പ്രാർത്ഥനാ നിരതിയായിരുന്നു എന്നും ഒടുവിൽ സ്വർഗത്തിൽ സന്തോഷത്തോടെ അവളുടെ ആത്മാവ് കടന്നുപോയെന്നുമാണ് പറയപ്പെടുന്നത്. അതായത് ഒരു വിശുദ്ധ ജീവിതം നയിച്ചു മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കാണാനുള്ള ഭാഗ്യവും മഗ്ദല മറിയത്തിന് തന്നെ കിട്ടുകയാണ്. സുവിശേഷങ്ങളിലെല്ലാം ഈ മഗ്ദല മറിയത്തിൻ്റെ പേര് നമ്മൾ കാണുകയാണ്. പരിശുദ്ധാത്മാവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായി തീരുന്നു എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, തകർന്നു പോകാതെ, തളർന്നു പോകാതെ നമുക്ക് യേശുവിൻ്റെ പിന്നാലെ പോകാം. ഇന്ന് നമ്മൾ അനേകരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, തകർന്നു പോയ എൻ്റെ ജീവിതത്തെ, ഉടഞ്ഞുപോയ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. യേശുവേ, ഏറ്റെടുക്കണമേ, സ്വീകരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.